വർഗീയ പ്രചാരണവും നടത്തിയാണ് അധികാരത്തിലെത്തിയതെന്നാണ് നാസർ കൊളായി അല്പം മുമ്പ് ആരോപിച്ചത്. ഞങ്ങൾ ജയിച്ചത് ഇപ്പോൾ വർഗീയ പ്രചരണത്തിലൂടെയാണ് എന്ന് പറയുന്നത് 2-3 പേര് അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വിജയരാഘവനെ പോലുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനുള്ള എനിക്ക് മറുപടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് അങ്ങനെയാന്ന് തോന്നുന്നു ചെറുപ്പക്കാരൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറയുന്ന വൃത്തികേട്, വർഗീയ മാലിന്യം അല്ലെങ്കിൽ സാംസ്കാരിക അശ്ലീലം CPMന്റെ നേതാക്കന്മാർ അത് തോളിൽ ചുമന്ന് കൊണ്ട് നടന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അവർ തൊപ്പിയിട്ടിരിക്കുന്നത്. അത് ഇനിയും CPMകാർ പറയരുത്. ഞങ്ങൾ വർഗീയ പ്രീണനത്തിലൂടെയാണ് ജയിച്ചതെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് തുടർഭരണം കിട്ടിയത് വർഗീയ പ്രീണനത്തിലൂടെയാണോ? ഇവർക്ക് ആദ്യത്തെ വട്ടം 2014 പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് വർഗീയ പ്രീണനത്തിലൂടെയാണോ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സകല മനുഷ്യരെയും വർഗീയവാദികളായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. UDFന് വോട്ട് ചെയ്ത മുഴുവൻ മനുഷ്യരും വർഗീയവാദികളാണോ? തളിപ്പറമ്പിലെ TK ഗോവിന്ദന് വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാണോ? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാണോ? അമ്പലപ്പുഴയിലെ G സുധാകരനെ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകൾ വർഗീയവാദികളാണോ? ഞങ്ങൾക്ക് വോട്ട് ചെയ്ത 10,000-കണക്കിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വർഗീയവാദികളാണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ളവരുടെ പാർട്ടി ക്ലാസുകളിൽ ഇവരെന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇവർക്ക് തന്നെ ഒരു ബോധമില്ല ഇവരെന്താ പറയുന്നതെന്ന്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റ് UDFന് കിട്ടുമ്പോൾ ഇവർ 98-ൽ നിന്ന് 35 ഇവരുടെ എണ്ണം കുറയുമ്പോൾ 13 മന്ത്രിമാർ തോറ്റിട്ടും ഇവർക്ക് ഒരു ബോധവും കിട്ടുന്നില്ല. ഇവരെന്തുകൊണ്ട് തോറ്റു എന്ന് ഇവർക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല. ഇനിയും ഇവർ വർഗീയവാദത്തിനെ ആക്ഷേപിക്കുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ നാട്ടിലെ CPMകാർ തട്ടി കാലിൻ്റെ വിരൽ പൊട്ടിയാൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്കാണ് കിടക്കപ്പുറത്തിയായിരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളി നടേശനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതാണ് ഇതിൽ നല്ലത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇതിനേക്കാൾ വൃത്തിക്ക് വർഗീയവാദം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നിട്ട് നല്ല ഭക്തൻ എന്നുള്ള പട്ടം ചാർത്തി പിണറായി വിജയന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി നിങ്ങൾ മറ്റേ യോഗി ആദിത്യനാഥിന്റെ മറ്റേ കത്ത് വായിച്ചില്ലേ? അത് തെറ്റായിരുന്നു എന്നാണ് ഇന്ന് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയുടെ റിവ്യൂ മീറ്റിംഗിൽ പറഞ്ഞതായിട്ട് വാർത്തകളിൽ കാണുന്നത്. അപ്പൊ ഈ തോന്നിവാസം മുഴുവൻ ചെയ്ത് ആളുകൾ നിർഗന്ധലയ്ക്ക് അടി തന്ന് തോൽപ്പിച്ചിരുത്തിയതിനു ശേഷം UDF ജയിച്ചത് വർഗീയവാദത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞതിന് ഒരു സാമാന്യ മര്യാദയില്ലേ? ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് ഒരു ജനാധിപത്യ ബോധമില്ലേ? പൗരബോധമില്ലേ? കേരളത്തിലെ ആദ്യത്തെ സർക്കാർ EMS നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ? തെരഞ്ഞെടുപ്പിലൂടെ വന്ന ആദ്യത്തെ സർക്കാർ എന്നുള്ള ആദ്യമുള്ളതല്ലേ? കേരളത്തിലെ ഇടതുബോധമുള്ള മനുഷ്യരുടെ ജനാധിപത്യപരമായിട്ടുള്ള പൗരബോധത്തെ വെല്ലുവിളിക്കുകയാണ്. ഈ വർഗീയവാദത്തെ പിന്തുടർന്നാണ് UDF ജയിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന ഓരോരുത്തരുടെ എണ്ണം എടുത്തു നോക്കൂ. ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, സമുദായ അംഗങ്ങൾക്ക് പോലും വേണ്ടാത്ത കുറെ ആളുകൾ പറയുന്ന വാദം CPMന്റെ നേതാക്കന്മാർ ഇനിയും എടുത്ത് പ്രയോഗിക്കരുത്. ഇപ്പോഴും നിങ്ങളെ തോൽപ്പിച്ച് പ്രതിപക്ഷത്തിരുത്തുമ്പോൾ പോലും ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു, കേരളത്തിൽ CPMനോടൊപ്പമുള്ള പാർട്ടി ഇടതുപക്ഷം ചേർന്നുണ്ടാകണം, അല്ലാതെ തീവ്ര വലതുപക്ഷം ചേർന്ന് സംഘപരിവാറിന്റെ പണിയെടുത്തുകൊണ്ടല്ല ഉണ്ടാകേണ്ടത്. അത് BJPക്കാർ ചെയ്യും, അത് RSS ചെയ്യും. CPM ചെയ്യേണ്ട പണി CPM ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ വരുന്നത്.